അല്ല ഇതൊക്കെ എന്താ? അമ്മയ്ക്കും അച്ഛനുള്ള സർപ്രൈസ് പ്ലാൻ ചെയ്യാ. ഡോർ ഓപ്പൺ ആയാലുടനെ ഇവിടെ എല്ലാം റെഡി ആയിരിക്കും. എന്നുവെച്ചാ ലൈറ്റിംഗ്സ്, ഡെക്കറേഷൻസ്, കട്ട് ചെയ്യാനുള്ള കേക്ക് 1 by 1 എല്ലാം റെഡി ആയിരിക്കും. അണയാൻ പോകുന്നവളെ കാളി കത്തുവെന്ന് കേട്ടിട്ടുണ്ട്. അരുന്ധതിയുടെ ലൈഫിലെ ലാസ്റ്റ് ഹാപ്പി നൈറ്റ്. അല്ല നിങ്ങളുടെ മമ്മി എവിടെ? മമ്മി പോലും അറിയാതെയാ ഞങ്ങള് ഈ സർപ്രൈസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങളുടെ മമ്മി വന്നാലോ? ഡാഡി വരുന്നത് വരെ മമ്മി അവിടെ നിന്ന് അനങ്ങാനേ പോകുന്നില്ല, അകത്തേക്ക് വരില്ല. അങ്ങനെയാണോ? ശരി ശരി, പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിരിക്കണം. കാരണം ഇത് ലാസ്റ്റ് ആനിവേഴ്സറിയാ. എന്താ? അതായത് ഇവിടെ ഈ കൊടൈക്കനാലിലെ ലാസ്റ്റ് എന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ ഡാഡിക്ക് ഫ്രീക്വന്റ്ലി ട്രാൻസ്ഫർ വന്നോണ്ടിരിക്കുന്ന കാര്യം? അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ശരി ശരി, വേഗം റെഡിയാക്കിക്കോ. ആകാശ്, ആനന്ദ് വേഗം വാ. അഞ്ജു നീയും വാ. നീ തൊട്ടിക്കുള്ള ടേപ്പ് എടുത്തിട്ടോ? നോക്ക് 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 നോക്ക്. അല്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മഹേന്ദ്രൻ വരുവോ? പിന്നെ എന്താ ഇത്? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. നീ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാ നിന്റെ ഭർത്താവിന് എന്തെങ്കിലും സാറ്റലൈറ്റ് സിഗ്നൽ പോവോ? ഓക്കെ ഓക്കെ, ഐ എം സോറി. നീ എന്താ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നേ? ഈ സമയമാകുമ്പോ ഏട്ടൻ വരേണ്ടതാ. ഇതുവരെ എത്താത്തത് എന്താന്ന് ആലോചിക്കുന്ന. എനിക്ക് നിന്റെ കല്യാണ ദിവസം ഓർമ്മ വരുന്നേ. നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നീ ഇതുപോലെ തന്നെ വലിയ എന്തോ ടെൻഷനിലായിരുന്നു. ഏട്ടനൊന്ന് വേഗം എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നെ. അദ്ദേഹം വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ആയിരിക്കുമോ എന്തോ? അയ്യോ, എന്റെ ഏട്ടൻ ശ്രീരാമനാ. ശ്രീരാമനോ ശ്രീകൃഷ്ണനോ? മഹി, ഈ പെൺകുട്ടി ഇനി എഴുന്നേറ്റില്ലല്ലോ. ഓ തലയിലെഴുത്ത്. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഒരു ഫോൺ ചെയ്ത് അന്വേഷിച്ചൂടെ? എന്ത് ജോലിയിൽ നിക്കാണോ എന്തോ. വേണ്ട, നിനക്ക് പ്രാന്താ. നിക്ക്. വേണ്ട വേണ്ട, ഒരു കുഴപ്പമില്ല. മഹി, ഫോൺ വിളിക്കാതെ. വിളിക്കട്ടെ. ഹലോ. എന്താ മഹേന്ദ്ര ഇത്ര നേരമായിട്ടും വീട്ടിലേക്ക് വരാത്തത്? ഇവിടെ ഒരു പെൺകുട്ടി വയ്യാതെ കിടക്കുക, അതാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പെണ്ണോ? ആരാത്? എയർപോർട്ടിൽ വെച്ച കണ്ട പെൺകുട്ടിയാ. ആ പെണ്ണെങ്ങനെ കൃത്യമായിട്ട് മഹേന്ദ്രന്റെ അടുത്തെത്തി? ഞാനങ്ങ് എത്തിക്കോളാം. ആരുവിന്റെ അടുത്ത് ടെൻഷൻ അടിക്കുന്നത് പറഞ്ഞേക്കും. ശരി ശരി. ഏട്ടൻ ആരുടെ കൂടെയാണെന്നാ പറഞ്ഞേ? ഏതോ ഒരു പെണ്ണാണെന്നാ പറഞ്ഞേ. പെണ്ണെന്ന് പറഞ്ഞപ്പോ ഭാഗ്യായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചേ. അരു, ഞാൻ അകത്ത് പോയി വെയിറ്റ് ചെയ്യാം. നീയാണെങ്കി ഇവിടെ ആ പെണ്ണിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നു. ആ പെണ്ണാണെങ്കിലോ ഇപ്പൊ മഹേന്ദ്രന്റെ അടുത്താ ഉള്ളത്. ശരിക്കും ആ പെണ്ണ് ആരായിരിക്കും? ആരും കാണരുതെന്ന് വിചാരിച്ചിട്ടും കറക്റ്റ് മഹേന്ദ്രന്റെ മുൻപിൽ തന്നെ ചെന്നുപെട്ടു. സോറി സർ, കുറച്ച് ലേറ്റ് ആയി പോയി. ഇറ്റ്സ് ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഓക്കെ സർ.
സർ അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സർ. ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കെ സർ. എന്റെ അമ്മൂ. ഹലോ മാഡം. നാളത്തെ കാര്യമെല്ലാം ഓക്കെ അല്ലേ? ഞാൻ വിചാരിച്ച കാര്യം എങ്ങനെയെങ്കിലും നടത്തണം. തീർച്ചയായിട്ടും നടക്കും മാഡം. ഇപ്പൊ പെട്ടെന്ന് മാഡത്തിന് എന്താണ് ഡൗട്ട് വന്നത്? ഒന്നുമില്ല, എന്നാലും ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കാന്ന് കരുതി. മാഡം സമയം മാത്രം പറഞ്ഞാൽ മതി, ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളും. നാളെ രാവിലെ ഞാൻ തന്നെ വിളിച്ച് പ്ലാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ മാഡം. എന്ത് പ്ലാനാ? അത് പിന്നെ അത് നിങ്ങൾ ഞങ്ങളെ പോലെ എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആ ആ അത് തന്നെ, ശരിക്കും ഒരു വലിയ സർപ്രൈസ്. അമ്മയ്ക്ക് വേണ്ടിയാണോ? ആ അതെ അതെ, പക്ഷെ നിന്റെ മമ്മി എൻജോയ് ചെയ്യില്ല. ഡാഡി ആയിരിക്കും ആ സർപ്രൈസ് എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളോ? നിങ്ങളും അതുപോലെ തന്നെ സർപ്രൈസ് ആവും. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൂടെ എന്നെ ആ സർപ്രൈസില് നിങ്ങൾക്ക് പങ്കെടുപ്പിച്ചൂടെ? അത് നടക്കില്ലല്ലോ. എന്നാ ശരി. അല്ല, എന്താ സർപ്രൈസ്? നോ, അത് പറയാൻ പാടില്ല. ഓ ഓക്കെ ഓക്കെ, മനസ്സിലായി. ശരി, ഇന്ന് മോള് പാല് കുടിച്ചായിരുന്നോ? ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. ഹെൽത്തിന് അത് വളരെ നല്ലതാ. പാല് കുടിച്ചാ എന്നെ പോലെ ഹെൽത്തി ആയിരിക്കും. വന്നേ, ഞാൻ നിനക്ക് എടുത്തുതരാം, കുടിക്ക്. ലെറ്റ്സ് ഗോ. ഏട്ടാ, അയ്യോ, ആരോ ഈ തണുപ്പത്ത് നീ എന്താ ചെയ്യുന്നത്? ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഈ തണുപ്പത്ത് എന്തിനാ ആരോ? ഞാൻ വരുമല്ലോ. ഞാനിങ്ങനെ കാത്തിരിക്കുന്നു അറിഞ്ഞോ? ഏട്ടൻ വേഗം വരുന്നു വിചാരിച്ചിട്ടാ. പിന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോറി. ഹാപ്പി ആനിവേഴ്സറി. കുട്ടികൾ കഴിച്ചായിരുന്നോ? എന്നിട്ട് ഉറങ്ങിയോ? കഴിച്ചു. ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മിക്കവാറും ഉറങ്ങിക്കാണും. ഏട്ടാ, ഇപ്പൊ നല്ല കാലാവസ്ഥയല്ലേ, നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ആരു ഈ ടൈമിലാണോ വാക്കിങ്ങിന് പോകുന്നത്? അടുത്തുള്ള വീട്ടുകാർ കണ്ടാലേ പ്രേതങ്ങളാണെന്ന് കരുതി അവര് പേടിച്ചു പോവും. പിന്നെ തണുപ്പാണെങ്കിൽ വളരെ കൂടുതലാ. ഏട്ടാ പ്ലീസ് ഏട്ടാ, ആനിവേഴ്സറി അല്ലേ? നോ വേ. വേണമെങ്കിലേ നമ്മുടെ ബെഡ്റൂമിൽ ഹീറ്റർ ഓൺ ചെയ്തിട്ട് അവിടെ നമുക്ക് നടക്കാം. എന്റെ ഭർത്താവ് റൊമാന്റിക് ആണെന്ന് വിചാരിച്ച് ഇത്രയ്ക്ക് ബോറിംഗ് ആണെന്ന് കരുതിയില്ല. അതെ, കല്യാണത്തിന് അവസാനം വരെ കൂടെ ഉണ്ടാവുമെന്നും ഒരിക്കലും എന്നെ വിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇടയ്ക്ക് വെച്ച് എന്നെ കൈവിട്ടിട്ട് പോവുകയാണോ? അതെ, ഞാൻ ഇങ്ങനെ കൈവിട്ട് പോവും. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? വാ, അകത്തേക്ക് വാ. Shut up. ടൈം എത്രയായി? ടൈം എത്രയായെന്ന്? 12:10 ഡാഡി. നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങേണ്ടത്? 10 o'clock ഡാഡി. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കേണ്ടത്? 6 o'clock. എന്ന് വെച്ചാൽ നിങ്ങൾ 2 മണിക്കൂർ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ രാവിലെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കും, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങും. ഡെയിലി എത്ര അവേഴ്സ് ആണ് നമ്മൾ ഉറങ്ങേണ്ടത്? 8 hours ഡാഡി. ഇപ്പൊ ഈ സർപ്രൈസിന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു? ഇനി ഒരു തവണ കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാ അതിനുള്ള പണിഷ്മെന്റ് വേറെ ലെവലായിരിക്കും. Go and sleep. Go.
ഇങ്ങനെയൊക്കെ ചെയ്തതിന് വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതല്ല ആരു, ഇപ്പൊ നമ്മളിത് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അടുത്തൊരു സെലിബ്രേഷന് വേണ്ടി ഒരു വാശി പിടിക്കും. പിന്നെ കുട്ടികൾക്ക് അതൊരു ശീലമായി മാറും. ഉറക്കം കറക്റ്റ് ആയില്ലെങ്കിൽ സ്ട്രെസ്ഡ് ആവും. ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ മതിയല്ലോ. ആരു, ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല ഏട്ടാ, ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു. പാവം കുട്ടികള് ഇങ്ങനെ വഴക്ക് പറഞ്ഞ അവര് പേടിച്ചു പോയില്ലേ? മനസ്സിലാകുന്ന രീതിയിൽ ശാന്തമായിട്ട് പറഞ്ഞൂടെ? മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടി നീ ഇവിടെ ഉണ്ടല്ലോ. ഒരുപക്ഷെ ഞാൻ ഇല്ലാതായി പോയ ഏട്ടൻ തന്നെയല്ലേ പറയണ്ടേ? ആരു, എനിക്ക് എല്ലാത്തിനേക്കാളും അത് ഓർത്തിട്ടാ പേടിയാവുന്നു. ആരു, വീണ്ടും നിന്റെ സ്വപ്നത്തെ കുറിച്ചാണോ പറയുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചാലേ നിനക്ക് ഞാൻ പണിഷ്മെന്റ് തരും, പറഞ്ഞേക്കാം. നിനക്കൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനിപ്പോ എവിടെയുള്ളത്? അയ്യോ, ഞാനിപ്പോ എവിടെ ഇരിക്കുന്നത്? ഞാനിപ്പോ എവിടെയുള്ളേ? മര്യാദക്ക് പറ. അയ്യോ, ഇപ്പൊ എന്നെ- മര്യാദക്ക് പറയാൻ. ഇതിനെ രക്ഷിച്ച് എന്റെ ജീവൻ എടുക്കാണോ നീ? ആരെ രക്ഷിച്ചു? നിന്നെ തന്നെ. എന്നെയോ? ആ, അതെ. നിങ്ങളെ കുറിച്ച് എന്റെ സാറ് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് ശരിക്കും തലയ്ക്ക് ഭ്രാന്ത. എനിക്ക് ഭ്രാന്തോ? ശരിയാക്കും ഞാൻ. അയ്യോ, എന്നെ വിടുവാളാ, എന്നെ വിട്ടേക്ക്. മോളെ നമസ്കാരം. നിന്നെക്കാളും എന്റെ സാർ എത്രയോ നല്ലവനാ. 24 മണിക്കൂറും ദേഷ്യം മൂക്കിന്റെ തുമ്പത്ത് കൊണ്ടു കിടക്കുന്ന സാറിന് മനസ്സിൽ കുറച്ചെങ്കിലും കരുണയുണ്ട്. അതെനിക്ക് ഇന്നലെയാ മനസ്സിലായത്. കന്റോൺമെന്റിലെ എല്ലാവരും അദ്ദേഹത്തെ കണ്ടാൽ ഞെട്ടി വിറയ്ക്കും. എന്നിട്ടും നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് സാറ് കൂടെ ഇരുന്ന് നിങ്ങളെ നോക്കി. നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാ. നന്ദിയുണ്ട്. നീ നന്ദി പറയണ്ട, ഞാനാ മോളോട് നന്ദി പറയേണ്ടത്. ഇന്ന് എന്റെ സാറിന്റെയും മാഡത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. 2 ദിവസത്തില് എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അതുകൊണ്ട് നീയും മൂന്നാറിലേക്ക് വരണം. സാർ എന്നോട് നിങ്ങൾ കണ്ണ് തുറന്ന ഉടനെ സാറിനെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞതാ. എനിക്കൊരു വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെയാ പോണ്ടത്. മോളെ നീ കണ്ണ് തുറന്ന ഉടനെ എന്റെ സാറ് വരുന്നത് വരെ നീ ഇവിടെ തന്നെ ഇരിക്കണമെന്നാ പറഞ്ഞിട്ട് പോയത്. താങ്ക്സ് ഉണ്ട്, പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എനിക്ക് പോയേ പറ്റൂ. മോളെ എന്റെ സാറ് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും? എന്തെങ്കിലുമൊക്കെ പറ. മോളെ ഒന്ന് നിക്ക് മോളെ. എനിക്ക് അർജന്റ് ആയിട്ടൊരാളെ കാണണം. എനിക്ക് സമയമില്ല. മോളെ ഒന്ന് നിക്ക് മോളെ. ഇപ്പൊ തന്നെ കുറെ ലേറ്റ് ആയി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. താങ്ക് യു. നിങ്ങളുടെ ആ ദേശക്കാരന്റെ കാരുണ്യക്കും കൂടെ. പോകല്ലേ നിക്കവിടെ. നിന്റെ പേരെങ്കിലും പറഞ്ഞിട്ട് പോ. പേരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഹാപ്പി ആനിവേഴ്സറി. എന്തു പറ്റി? ഇന്നലെ രാത്രി നടന്ന കാര്യം ഓർത്ത് എല്ലാരും വിഷമത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾ ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചപ്പോ ഡാഡി ഞങ്ങൾക്ക് ഷോക്ക് വന്നേക്കുന്നു. എന്തിനാ അമ്മേ ആംഗ്രി പെണ്ണിനെ കല്യാണം കഴിച്ചേ? ഡാഡിയുടെ മുഖം ആദ്യം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നോ, അതോ ആരെങ്കിലും പണി കൊടുത്തതാണോ? ഓക്കെ 3 പേർക്കും ദേഷ്യം ഒരുപാടുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് രാത്രിയിലെ ഗെയിംസില് നിങ്ങളുടെ ഡാഡിക്ക് നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കാം. പിന്നെ ഇനി എന്താ? ഞങ്ങളെ സ്കൂളിലോട്ട് അയച്ചിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവേണല്ലേ? എന്താ എൻജോയ്മെന്റ്? ജസ്റ്റ് ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ വീട്ടില് നിങ്ങളുടെ ഡാഡി കണ്ടോൺമെന്റിലേക്ക് പോകും. പക്ഷെ പാർട്ടി ഇന്ന് വൈകിട്ടാണല്ലോ. പ്രിൻസിപ്പാലിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എല്ലാവരും നേരിട്ട് വിടും. നിങ്ങളുടെ ആംഗ്രി ബേർഡ് വരുന്നുണ്ട്.
ഗുഡ് മോർണിംഗ് ഡാഡ്. ഗുഡ് മോർണിംഗ് കിഡ്സ്. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? സ്കൂളിൽ പോകാൻ ടൈമായില്ലേ? അല്ല, രാഘവൻ ഇതുവരെ എത്തിയില്ലേ? ഞാൻ സാർ. ഹാപ്പി ആനിവേഴ്സറി സാർ. ഹാപ്പി ആനിവേഴ്സറി മാഡം. ഏട്ടാ, അതിനിങ്ങനെ പെട്ടെന്ന് വരണോ? ആ, അല്ല, ആ പെൺകുട്ടി എഴുന്നേറ്റോ? എണ്ണീറ്റിട്ട് എങ്ങോട്ടോ പോയി സാർ. എങ്ങോട്ടേക്ക്? അറിയില്ല സാർ, എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി സാർ. അല്ല, ആ പെൺകുട്ടി ആരു സ്റ്റവിൽ എന്തോ കരയുന്നുണ്ട്, നീ പോയി നോക്കിക്കേ. അയ്യോ, ഞാൻ മറന്നേ പോയി. കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. നാലാമത്തെ ആള് മിസ്സിംഗ് ആണല്ലോ. ഞാൻ തന്നെ ഡാഡി. എന്താ, ഇനി സ്കൂളിൽ പോകാൻ റെഡിയായില്ലേ? ഞാൻ പഠിക്കുന്ന കണ്ടിട്ട് ആ സരസ്വതി ദേവിക്ക് എന്നെ അസൂയ ഒന്നെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ സ്കൂളിൽ പോവാൻ പറ്റാത്ത വിധത്തില് എനിക്ക് പനി തന്നത്. ഇവളുടെ ബോഡി ലാംഗ്വേജിനും ഇവള് ഓവർ ആക്ഷനും ഇവളുടെ ഫീവറിനും ഒരു ബന്ധവും കാണുന്നില്ലല്ലോ. അമ്മേ, ഫ്രിഡ്ജിലുള്ള വാട്ടർ ബോട്ടിൽ എടുത്തു തരോ? അത് മോൾക്ക് എടുത്താ പോരെ? ഞാൻ കൊച്ചു കുട്ടിയല്ലേ അമ്മേ. ഡയലോഗ് അടി കൂടുതലാ. ഇതാ. വേണ്ടമ്മേ, വെള്ളം ദാഹിക്കുന്നില്ല. കള്ളി. അരു, മോൾക്ക് നല്ല ചൂടുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ടച്ചാ, ടാബ്ലറ്റ്സ് ഞാൻ കഴിച്ചല്ലോ, പനി താനേ കുറഞ്ഞോളൂ. ഞാൻ കാരണം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാതിരിക്കണ്ട. അത് സാരമില്ല മോളെ. ഇറ്റ്സ് ഓക്കേ ഡാഡ്, ഡോണ്ട് വറി. അരു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ക്ഷേത്രത്തിലേക്ക് പോവാം. മോള് റെസ്റ്റ് എടുക്കുക കേട്ടോ. ചിക്ക് 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 ചിക്ക്. ഇന്നെന്തിനാ സ്കൂളിൽ ലീവാക്കിയത്? സില്ലി ക്വസ്റ്റ്യൻ. എൻജോയ് ചെയ്യാൻ. ഞങ്ങളോടും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കില്ലായിരുന്നോ? നോക്ക് സില്ലി ബ്രദേഴ്സ് ആൻഡ് മരമണ്ടി സിസ്റ്റർ, നിങ്ങൾ എനിക്ക് മുമ്പെയാണ് ജനിച്ചെങ്കിലും ബുദ്ധി വളർന്നിട്ടില്ല. ഞാൻ ഒരു ദിവസം മുഴുവൻ മമ്മിയോടെ എൻജോയ് ചെയ്യും. നിങ്ങൾ സ്കൂളിലേക്ക് പോയി ടീച്ചേഴ്സിന് മുഖം കണ്ടോണ്ടിരിക്കും. ആൻഡ് വൺ ഫ്രണ്ട്ലി സജഷൻ, ബുദ്ധിയുള്ളത് ഉപയോഗിക്കാനാ, അല്ലാതെ വെറുതെ കൊണ്ടുനടക്കാനുള്ളതല്ല. നിന്നെ സോറി. രാഘവേട്ടാ, കുട്ടികളെ കൂട്ടി സ്കൂളിലേക്ക് പോയേ. അയ്യോ, ഇവൾക്ക് പനിയാ. എന്ത്? പെട്ടെന്ന് കൂട്ടി പോ, ലേറ്റ് ആവും. വന്നേ. ഞാനായിരിക്കും ഫസ്റ്റ്. പെട്ടെന്ന് വാ. ഫസ്റ്റ്. അല്ല, ഞാനാ. ആ, പിടിച്ചോ. ഇവിടുത്തെ. രാഘവേട്ടാ, അല്ല, ഞാനാ വന്നത്. ഇത് എന്റെ ബാഗാ. ആകാശ്. സോറി മമ്മി. ബൈ. ബൈ. അത്രേ ഉള്ളോ? ഇനി എന്താ വേണ്ടേ? പറ്റെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ഒരു ഹഗ്. I love you so much, mommy. ലവ് യു ടു മോളെ. You're the world's best mom. സത്യാണോ? സത്യമായിട്ടും. കുട്ടികളെ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. ആരെയും വഴക്കും പറയരുത്, വഴക്കുണ്ടാക്കുകയും ചെയ്യരുത്. ഇവരെക്കാളും മൂത്തത് നീയാ. അനിയന്മാരും അനിയത്തിയും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം മോൾക്കാ. ശരി അമ്മേ. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആരും. എല്ലാരെയും ഫസ്റ്റ് ക്ലാസ് ഹോസ്റ്റലിലാ ചേർക്കാൻ പോകുന്നത്. മാഡം, സാറിന്റെ പണിഷ്മെന്റും ഡിസിപ്ലിനും ഒക്കെ കണ്ട് ഈ ജോലി വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളുള്ളത് കൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ഈ കുടുംബം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാ. ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ 100 വയസ്സ് വരെ ജീവിക്കണം. വെറുതെ ജീവിച്ച പോരാ, ഹാപ്പി ആയിട്ട് ജീവിക്കണം. ബൈ മമ്മി. ബൈ. ബൈ മമ്മി. ഈശ്വര, സുബ്രഹ്മണ്യേശ്വര. തിരുമേനി. ഓ, നീയാണോ? അന്വേഷിച്ച ആളെ കിട്ടിയോ? ഇല്ല തിരുമേനി. അയ്യോ,
ശരി, നിന്റെ ഫ്രണ്ടിന്റെ വിവാഹ വാർഷികമായതുകൊണ്ട് അവർ നിശ്ചയമായി ഈ ക്ഷേത്രത്തിലെത്തിയിരിക്കും. നീ ഇവിടെ തന്നെ നിൽക്ക്. അത്രയും വിശ്വാസത്തോടെ എങ്ങനെയാ പറയാൻ കഴിയുന്നേ? അത്ര വിശ്വാസത്തോടെ നിന്നോട് മാത്രമല്ല മോളെ, വേണ്ടി വന്നാൽ ആ മുരുകനോട് വരെ ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും. എന്താന്ന് വെച്ചാൽ ഞാൻ എന്തു പറയുന്നോ അതേ ഇവിടെ നടക്കൂ. ഈ ഏരിയയിൽ കൂടുതൽ ഡോമിനേഷൻ ചെയ്യുന്നത് ഞാനാ. എന്തു പറ്റി? മുഖത്തൊരു ചിരി പോലും കാണുന്നില്ല. നിന്റെ ഒരു ചിരി കാണാനാ ഞാൻ ഈ തമാശയൊക്കെ പറയുന്നത്. ഈ നാട്ടിലുള്ള ഒരേ ഒരു ക്ഷേത്രമായത്, അതുകൊണ്ടാണ് ആരായാലും ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞത്. നീ ഇങ്ങോട്ട് ഇരിക്ക്. ആരെങ്കിലും വിവാഹ വാർഷിക ദിവസമാണെന്ന് പറഞ്ഞു വന്നാൽ ആ മുരുകന്റെ മുന്നിൽ വെച്ച് നിന്നോട് തന്നെ പറയും മോളെ. ശരി തിരുമേനി. ആ ആ, കണ്ടിട്ട് വളരെ ടയർഡായിട്ട് തോന്നുന്നു. അവിടെ പോയി കുറച്ച് ഫ്രഷ് ആയിട്ട് വാ മോളെ. റൂം കാണിച്ചു തരണോ മോളെ? വാ, ഞാൻ കാണിച്ചു തരാം. മുരുക, അതാ ആ കാണുന്നതാണ് മുറി. പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി തിരുമേനി. സൂക്ഷിച്ചു വേണം കേട്ടോ, ബാഗൊക്കെ ശ്രദ്ധിക്കണം. മരണം കൊണ്ടൊരു ബന്ധത്തിന് അവസാനം കുറിക്കുകയും മറ്റൊരു ബന്ധത്തിന് തുടക്കവും കുറിക്കുന്നു. സ്വാമി, സ്വപ്നം സത്യമാകുന്ന ദിവസം വന്നിരിക്കുന്നു. സ്വപ്നമോ? നിങ്ങളുടെ സ്വപ്നമാണോ അതോ എന്റെയോ? ക്ഷമിക്കണം സ്വാമി, ക്ഷമിക്കണം. മുരുക, മുരുക. നിനക്കും കൂടെ വന്നൂടെ? നിങ്ങളുടെ കല്യാണം നാളില് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഞാൻ എന്തിനാ ഒരു കട്ടുറുമ്പായിട്ട് വരുന്നേ? നിങ്ങൾ പോയാ മതി. ആരും ബൈ. എന്താ എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് നിനക്ക് സ്നേഹം കൂടിയല്ലോ. ഞാനിവിടെ വെയിറ്റ് ചെയ്യും. എന്തിനെങ്ങനെ മുഖം വാടിയിരിക്കുന്ന? ഞാൻ ക്ഷേത്രത്തിൽ പോയി 1/2 മണിക്കൂറിനകം എത്തും. നീ തിരിച്ചു വരില്ല അരുത്തതി. നിന്നെ ഞാൻ മേലോട്ട് അയക്കാൻ പോവല്ലേ? ആരോ ഡാഡി, ഞാനും കൂടി വരട്ടെ? അല്ല, നീ എങ്ങോട്ടാ വരുന്നേ? നിനക്ക് പനിയല്ലേ? അതൊക്കെ കുറഞ്ഞല്ലോ വെച്ചാ. ഇത്ര പെട്ടെന്നോ? അതെന്ത് പനിയാ? ഇത്ര പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോവാൻ മാത്രം? അത് പിന്നെ സ്കൂളിൽ പോവാൻ പറ്റില്ല എന്നുള്ള ടെൻഷനില് പെട്ടെന്ന് പനി മാറണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അപ്പോ പെട്ടെന്ന് പറഞ്ഞു.